ഇന്ന് നമുക്ക് ഉണ്ടാക്കാം പാലക്കാടൻ മത്തിക്കറി. നമുക്ക് അതിന് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളി ഇട്ട് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ തക്കാളി ഇടും. അത് കഴിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം ഒരു 5 മിനിറ്റ് വരെ. നമുക്കൊരു 2 പച്ചമുളക് കൂടെ കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം, വെന്തോ, തക്കാളിക്ക് വെന്തോ. നമുക്ക് തുറന്നു നോക്കാം, വെന്തോ, തക്കാളിക്ക് വെന്തോ. തക്കാളിക്ക് വെന്തു. നമുക്ക് ഒരു 1/2 കിലോ മത്തിയുണ്ട്. മത്തിയുടെ മുട്ടയുണ്ട്, നമ്മളെല്ലാം അതിൽ കൂടെ തന്നെ ഇടണം. ഇനി അടച്ചൊന്നും വെക്കണ്ട, നമുക്ക് തുറന്നു വെച്ചിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്തുട്ടോ. ഇതിട്ട് ഇളക്കരുത്. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ടു കേട്ടോ, കാണിക്കാൻ വിട്ടുപോയി. നമ്മള് കറണ്ട് പോയി, അതാണ് അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ ഒഴിക്കാം. തേങ്ങ മാത്രം അരച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല ഇളക്കണേ, നല്ല വെച്ച് മത്തിയൊക്കെ പൊടിഞ്ഞു പോകും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നല്ല നമുക്ക് ആക്കാട്ടോ. ഇത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ. ലേശം ഉപ്പിന്റെ കുറവുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു തിള വരട്ടെ. നന്നായി തിള വരുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ കേട്ടോ. നന്നായി തിളച്ചു. നമുക്കിതിന് ഗ്യാസ് ഒന്ന് മാറ്റാം. ഇനി അത് തടുക്കാത്താൻ വെക്കും. ചൂടായി കുറച്ച് വെളിച്ചെണ്ണ, ചൂടാകട്ടെ. അപ്പോഴേക്ക് നമുക്കിതിൽ ഒരു നുള്ളു ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, ഒരു 2 പിഞ്ച് ഇതിൽ ചേർക്കാം. അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. നമ്മുടെ ചെറിയ ഉള്ളി ഇല്ല, സവാള ഇടാം. അതാണ് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂത്തു കേട്ടോ. നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇട്ട് കൊടുക്കാം കേട്ടോ. പാലക്കാടൻ മീൻകറി റെഡി ആയിട്ടോ. നമുക്ക് മീൻകറി മാത്രമല്ല, മീൻ ഫ്രൈയും ഉണ്ട്. ഉച്ചയ്ക്ക് മീൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. ഒറ്റമീനാണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ മുളക് പൊടി, ഉപ്പ്,
നാരങ്ങ നീരൊക്കെ ഒറ്റിച്ച് നമുക്കത് നന്നായി മിക്സിയിൽ അരച്ചെടുത്ത് മീനിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് അതൊക്കെ പുരട്ടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വറക്കാട്ടോ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ലഞ്ചിന് എന്താണെന്ന് നോക്കാം. ചോറ്, മീൻ വറുത്തത്, നമ്മുടെ മീൻകറി, പാലക്കാട് മത്തിക്കറി, പിന്നെ സാലഡ്. ഓക്കെ, ഞങ്ങളുടെ